உள்ள நம்ம கேம்ப்ல இருக்கக்கூடிய ஸ்டாஃப்ஸ் கார்டு இருப்பாங்க, வாட்சர் இருப்பாங்க, ஆன்டிபயோட்டிக் வாட்சர்ஸ் இருப்பாங்க. யார் உங்க கூட வராங்களோ அவங்க சொல்றதை கேட்டு அதன்படி இருக்கு. நீங்க வந்து ஆர்வத்துல கொஞ்சம் என்ன சொல்றது அட்ராக்ட் ஆகி எங்கேயும் போயிடாதீங்க. அதே மாதிரி வந்து செல்போன் டவர் வந்து ஏதோ ஒரு இடத்துல கிடைக்கும், சில இடத்துல கிடைக்காது. ஸோ யாருக்காவது ஃபோன் பண்ணோம் அப்படின்ற பட்சத்தில் வந்து நீங்க பாட்டு தனியாக போயிடாதீங்க. പച്ച പച്ച കാണുന്നതൊക്കെ വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാടിനുള്ളിലോട്ട് നിങ്ങളുടെ ഹൃദയത്തിനെ കൊണ്ട് ചെല്ലുന്ന രീതിയിലുള്ള യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും. ആ കാണുന്നത് ഊട്ടി ഭാഗമാണ് അപ്പുറത്ത്. ഇതൊക്കെ ഓരോ നമ്മളിന്ന് നമ്മുടെ ഗ്യാങ്ങിനുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഏകദേശം 12 കിലോമീറ്ററോളം നമ്മൾ കാടിനകത്ത് നടന്നു. ആ അങ്ങറ്റത്തെ ചക്രവാളത്തിൽ, അതായത് മുകളിലല്ല, രണ്ടാമത്തെ 3 സ്റ്റെപ്പിന് താഴെയുള്ള ആ വെയിലിൻ്റെ ഒരു നിഴൽ കാണുന്നുണ്ട്. ആ നിഴലിന് താഴെയുള്ള സ്ഥലമാണ് ആറ്. അങ്ങനത്തെ ഒരു വാച്ച് ടവർ പോലെ ഉള്ളത്. ഇത് കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും പറയാം. വളരെ നല്ല എക്സ്പീരിയൻസ് ഇല്ലേ? പറയാനില്ല. സാധാരണ എൻ്റെ കോളേജ് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഏക്കർ കാടും ഇതൊക്കെയാണ്, മേട്ടുപ്പാളയത്താണ്. ഇത് മൊത്തം അങ്ങനെയല്ല. ഇത് മൊത്ത കാടിന് നിറക്കൊരു ഷെഡ് കെട്ടിയിട്ടാ നമ്മളെ അവർ സ്റ്റേ അടിപ്പിക്കുന്ന ക്യാമ്പിങ്. നല്ല ഫുഡല്ലേ? അടിപൊളി ഫുഡും അടിപൊളി ഫുഡും ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. നമ്മൾ എന്തൊക്കെ കണ്ട് മൃഗങ്ങൾ? ടസ്കർ കണ്ട്, നല്ല വലിയ കിണ്ണം കാച്ചി. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത കൊമ്പ് പോയിട്ട് പോലും കിട്ടാതെ ഇപ്പൊ നേരിട്ട് അത്ര ക്ലോസ് ആയിട്ട് കിട്ടി. 2 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? ഒരു ആണും ഒരു പെണ്ണും. പിന്നെ നക്ഷത്രാമ അത് പിന്നെ അതും അതേപോലെ തന്നെ ആണും പെണ്ണും കപ്പിൾസ് ആയിട്ട് നടക്കുന്നത് അവര്. അങ്ങനെ നമ്മൾ ഇന്നലെ യാത്രയൊക്കെ തീർത്ത് എല്ലാം സെറ്റായൊക്കെ ആയി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്യാമ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചങ്ങാതി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ട്രൈബിലുള്ള ചേട്ടന്മാർക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. എൻ്റെ ക്യാമറയൊക്കെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥ ട്രാജഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ വെള്ളം ഭയങ്കര കുറവായിരുന്നു. ഇന്നും ഇവിടെ വെള്ളം കൂടുതൽ. അവിടെ ആ നിൽക്കുന്ന 2 പേരാണ് നമ്മൾ ഗാർഡ്സ്, നമ്മളൊക്കെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ വെള്ളം നമ്മൾ വിചാരിക്കുന്ന പോലെ മങ്കാട് പാലം പോലെ പെട്ടെന്ന് ചാടി കയറി പോകാൻ പറ്റില്ല, ഒഴുക്കാണ്. ഈ ഇടയിലുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങ് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അടിച്ച് നേരെ ആനക്കൊഴിക്കത്തെ ശ്രദ്ധിക്കും. യൂട്യൂബ് വീഡിയോയിൽ ഇത്രയും നമ്മൾ ഈ ഒരു നദി കടന്നാണ് നമ്മൾ ഇപ്പുറത്ത് വന്നതിൻ്റെ തന്നെ ഒരു വലിയ ഒരു ഭയങ്കര ഒരു റിസ്കി ഫാക്ടറിലാണ് നമ്മൾ ഇത്രയും വന്നത്. സുഭാഷ് സാർ ഇപ്പുറത്തുണ്ട്, ബാക്കിയുള്ള സാറ് നമ്മളെ ചിന്നയും അമ്മനെയും ഒക്കെ കൂടെ സഹായിച്ച് നമ്മൾ ഇങ്ങനത്തെ എത്തി, വിജയിച്ച് സക്സസ്. போலாங்களா? Tiger Reserve. So it was a really nice experience. Video. Come on. വാടാ.